ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. എന്തേ? ആറ്റുനോട്ട് ഒരു പൂവൻ കോഴിയെ വളർത്തുന്നതിനെ കാണാനില്ല. ഇന്നലെ രാത്രിയാ നായിന്റെ മോമ്മ അതിനെ പിടിച്ചോണ്ട് പോയില്ലേ? ആര്? ആ വാറുണ്ണി അല്ലാണ്ടാരാ? അന്ന് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവന്റെ ശവം സമയം വന്നപ്പോ എല്ലാവരും കാലുമറി കളഞ്ഞു. ഇപ്പൊ അനുഭവിച്ചോ? പള്ളിക്കാര് നാട്ടുകാർക്ക് ചെയ്തൊരു ഉപകാരമല്ലേ? അച്ഛനും ഫിലിപ്പോസ് മുതലാളി ഇതൊന്നും അറിയുന്നില്ലേ? അറിയാഞ്ഞിട്ടല്ല, പള്ളിയിൽ കംപ്ലൈൻസിന്റെ ബഹള. അച്ഛൻ അയ്യടാന്നായിരിക്ക. പുറത്തു പറയാൻ നാണക്കേട്. സെമിത്തേരി പറമ്പിലെ തെങ്ങിലൊരു ഒറ്റ തേങ്ങയില്ല. നന്നായി, ഇനി പൊൻകുരിശ് കാണാണ്ടാവും. നോക്കിക്കോ. വക്കീലേ, ഒരു പെറ്റീഷൻ എഴുതി. എന്താ കളവാണോ? കളവ് മാത്രമല്ല, ആ. നിന്റെ മോളെ പേടിപ്പിച്ചാ ചെയ്യിച്ചേ ഒരു ആട്ടുകുട്ടിനെ എടുത്തുണ്ടേ. അതിന് പുണ്ണാക്കിയർക്ക് ചെമ്പലുണ്ട്, അതും എടുത്തുണ്ടേ. ബാറുണ്ണി ഓന്റെ ബാപ്പന്റെ ഉണ്ണി അപ്പഴിച്ചായി എന്നെ. ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂല. കണ്ണ് വെച്ചാ കണ്ണും കൊണ്ട് പോയിച്ചാൽ ആ എഴുതി. കുഞ്ഞബ്ദുള്ളേ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാൻ ഒരു കുന്തുല്യ വക്കീലെ. പോലീസിന് 10 100 കൊടുക്കേണ്ടി വന്നാലും സാറില്ല. താനിങ്ങോട്ട് വന്നേ. എന്താ വന്നേ. എന്താ ഇത്? തനിക്ക് പ്രായപൂർത്തിയായ ഒരു മോളുള്ളതാ. അതിനെ കെട്ടിച്ചയക്കണ്ടേ? ആണോ? ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പോയത് പോയി, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും. അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ? വേണ്ട വക്കീലെ, വേണ്ട വേണ്ട വേണ്ട. അതാണ് വേണ്ട. ഇങ്ങോട്ട് വന്നേ. അച്ഛനെന്താ കിടക്കുന്നേ? ഓടിയോ? ഓടാനവൻ എന്ത് ചെയ്യും? എനിക്ക് വള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തന്റെ സ്നേഹിതന്റെ മോന്റെ സ്വഭാവമുണ്ട്. സ്നേഹിതന്റെ മോനോ? കുന്നംകുളം ചേറു തന്റെ സ്നേഹിതനല്ലേ? അന്നേ അന്ന് ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കോടാലിയാകുമെന്ന്. താൻ കേട്ടോ? അത് ശരി. ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ? അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ? അച്ഛന്റെ താല്പര്യപ്രകാരമല്ലേ ഞാൻ കത്തെഴുതിയത്? അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ എനിക്കാ. എന്തെല്ലാം കംപ്ലൈന്റുകളാ കേൾക്കുന്നത്. നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞു നിൽക്കാം. കാശ് പോണോ എന്റെയാ. അച്ഛനത് കണ്ടോ? അത്യാവശ്യമുള്ള പറ്റിക്കുളം ഞാനൊന്ന് പറഞ്ഞുപോയി. 1 മാസത്തെ പറ്റ കണക്ക് ഞാൻ വായിക്കാൻ കേട്ടോ. കള്ള് ഷാപ്പിൽ 924 രൂപ 70 പൈസ. ഗോവിന്ദന്റെ ഹോട്ടലിൽ 812 രൂപ. മുറുക്കാൻ ബീഡി സിഗരറ്റ് 230 രൂപ. പലചരക്ക് കട 480 രൂപ. ആകെ 2446 രൂപ 70 പൈസ. ഇത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി റൊക്കം പറ്റു രൂപ 600. ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഒരു ഗസറ്റ് ഓഫീസർ കിട്ടുന്നില്ല ഇത്രയും കാശ്. അവസാനം വാശി നിങ്ങൾ തമ്മിലായി. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പ പറഞ്ഞു എനിക്ക് അസൂയാണ്. റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറുണ്ണി ആന്റിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്താലും വേണ്ടില്ല, ആ പട്ടിയുടെ പണി നാട് നിർത്തണം. സമ്മതിച്ചോ? ഞാൻ ഇടപെട്ടോട്ടെ? ആരിടപെട്ടാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടണം. മുതലാളി, എന്താ? ഒരു 200 രൂപ വേണം. ഇവിടെ വന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. ആര്? വാറുണ്ണിയേട്ടൻ. ഈ മാസത്തിൽ 10 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പട്ടിയുടെ മോൻ. എവിടെയൊക്കെ അവന് പറ്റ് മാറി കടന്നു പോടി. എന്നെ ഒപ്പിന്ന് അപ്പൊ കാശ് അവന്റെ അപ്പം തരും. ചേറും. എന്താ? ഇവളുടെ അടുത്ത് അവന് പറ്റുപിടിയാ. കണക്കേർക്കാൻ വന്നേക്ക. സാറേ, എന്താ ആന്റണി? എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. സൂക്ഷിച്ചോണേ. നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക്. എന്താ കാര്യം? എടുക്കാൻ പറഞ്ഞ എടുക്കടാ. കാര്യം എന്താന്ന് പറയാതെ എടുക്കില്ല അല്ലേ?
കേറിയവനെ. ഓടിക്കോ. ഫിലിപ്പോസേ, നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ? അച്ഛന് പേടിയുണ്ടോ? പേടിക്കാൻ എന്ത് ചെയ്യും? കാട്ടുപോത്തോട് പോലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അവന്റെ ആ ഇരിപ്പും നോട്ടും അത്ര പന്തിയല്ല. ഈ ശംശയാഗസ്തുതി. ചിരിക്കണുണ്ടോ നായിന്റെ മോൻ? ഇപ്പൊ മനസ്സിലായോ നാട്ടുകാരോട് കളിച്ചാലുള്ള ഫലം? ആ, വേഗം നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടോണം. ഇനി ഒരു നിമിഷം ഇവിടെ ഉണ്ടാകരുത്. അപ്പൊ പുലി ഇറങ്ങിയാലോ? അത് ഞങ്ങൾ സഹിച്ചോളാം. ഇവിടുന്ന് പോയി തരുന്നത് എത്ര കാശ് തരണം? ഞാൻ പോണില്ല അച്ഛോ. പോണില്ലെന്നോ? ഇനി ഞങ്ങൾക്ക് നിന്റെ പേരിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടിൽ നിന്ന് നിനക്ക് ഈ പച്ചവളം പോലും കിട്ടില്ല. എന്റെ ഈ പേരെ താമസിക്കാനും പറ്റില്ല. വേഗം സ്ഥലം വിട്ടില്ലേ നാട്ടുകാരെ കൊന്നു കുഴിച്ചു കൊടുക്കും. കൊന്നോട്ടെ, എന്നാലും ഞാൻ പോണില്ല.